പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ ഹല്ലേലൂയ, കർത്താവിൻ്റെ രക്തത്താഴ്ച, യേശുവിൻ്റെ രക്തത്താഴ്ച. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, അങ്ങേക്ക് സ്തോത്രം അപ്പ. ദൈവകൃപയ്ക്കായി സ്തോത്രം കർത്താവേ, അങ്ങയുടെ രക്തത്താഴ്ച. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. യേശുവേ, അങ്ങേക്ക് സ്തോത്രം 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 സ്തോത്രം. പരിശുദ്ധനെ, അങ്ങേക്ക് സ്തോത്രം കർത്താവേ, സ്തോത്രം കർത്താവേ, സ്തോത്രം കർത്താവേ. രാജാതി രാജാവേ, അങ്ങേക്ക് സ്തോത്രം അപ്പ. അങ്ങ് സ്വർഗത്തിൽ ഇറങ്ങി വരണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ പോരണമേ അപ്പ. ഗ്ലോറി, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ രക്തത്താഴ്ചയും, യേശുവിൻ്റെ താഴ്ചയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗ്ലോറി, 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 ഗ്ലോറി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല നിമിഷങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളൊരു നല്ല അനുഗ്രഹമേറിയ ഒരു വർഷിപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. ദൈവമക്കളെ, ഒരു വലിയൊരു കൺവെൻഷൻ സ്റ്റേജിലുണ്ടായിരുന്നത് പോലുള്ള ഒരു ഫീലാണ് എനിക്കുണ്ടായിരുന്നത്. കാരണം അത്രമാത്രം കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടും ജനിക്കപ്പെട്ടതിൻ്റെ കുഞ്ഞുങ്ങളുടെ ഗാനങ്ങളൊക്കെയും വളരെ അനുഗ്രഹമേറിയ ഗാനങ്ങളായിരുന്നു. ഞാൻ അത്രമാത്രം അത് ആസ്വദിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എങ്കിലും ദൈവം കർത്താവിൻ്റെ ദാസിയെയും കുഞ്ഞുങ്ങളെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ ഈ സമയം അവരെ വാഴ്ത്തി അനുഗ്രഹിക്കുകയാണ്. ദൈവമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, നമ്മുടെ മഹാ കൺവെൻഷൻ്റെ ഈ ഓൺലൈൻ കൺവെൻഷൻ്റെ പ്രാരംഭ ദിവസം ഹല്ലേലൂയ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ തക്കണം ദൈവം നമുക്ക് സഹായിച്ചു. ഞാൻ ദൈവത്തെ കൂടുതലായി മഹത്വപ്പെടുത്തുന്നു, കർത്താവിനെ സ്തുതിക്കുന്നു. പ്രൈസ് ലോർഡ്. ദൈവമക്കളെ, കർത്താവിൽ ആഗ്രഹിച്ച് തീരുമാനിച്ചതിൻ്റെ ഫലമായി ഇപ്രകാരം ദൈവമായ കർത്താവ് ഈ മരുഭൂമി യാത്രയിൽ നമുക്കിങ്ങനെ ഒരു സന്ദർഭത്തെ കർത്താവ് ഒരുക്കി തന്നുവല്ലോ. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം, ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. എത്ര സ്തുതിച്ചാലും മതിയാവുകയില്ല ദൈവമക്കളെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മഹാപരിയ കൃപ, കർത്താവിൻ്റെ ആ കൃപ, കർത്താവിൻ്റെ കരുണ, ദൈവത്തിൻ്റെ ആ സ്നേഹമൊന്ന് മാത്രമാണ് ഇങ്ങനെ ഒരു സാഹചര്യം നമുക്ക് ഒരുക്കിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ ചിന്തിച്ചിരുന്നതേ അല്ല ദൈവമക്കളെ. ഹല്ലേലൂയ. എന്നാൽ ദൈവം നമ്മെ മുന്നവേ കണ്ടിരിക്കുന്ന ഒരു ദൈവമാണ്. ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്ലാൻ, ദൈവത്തിൻ്റെ പദ്ധതി അത് എത്ര വലുതാണെന്ന് എനിക്കിപ്പോൾ ഉണരുവാൻ കഴിയുന്നു ദൈവമക്കളെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഇന്നേക്ക് അധിക സമയം സംസാരിച്ച് പോകാനായിട്ട് നമുക്ക് പറ്റില്ലല്ലോ, സമയത്തിൻ്റെ പരിധികളും ഉണ്ട്. ആകയാൽ വളരെയേറെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എനിക്കിവിടെ ചെയ്തെടുക്കാനും ഉണ്ട്. ആകയാൽ ദൈവമക്കളെ, ഇപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് നമുക്ക് ദൈവവചന ധ്യാനത്തിലേക്ക് കിടക്കാം. മറ്റു കാര്യങ്ങൾ അത് നമുക്ക് പിന്നിലായിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആண்டവരും രക്ഷകരുമാകിയ இயேசு கிறிஸ்துவின் நாமத்தினாலே உங்களை அன்புடன் வரவேற்கிறேன், வாழ்த்துகிறேன். கர்த்தருக்குள் பிரியமானவர்களே, அவருடைய வருகை சமீபமாயிருக்கிற நாட்கள் இது. அவருடைய வருகை சிறிது நேரம் தாமதமாகி விட்டதினாலே இப்படிப்பட்ட ஒரு நல்ல ஒரு சந்தர்ப்பத்தை தேவன் நமக்கு கொடுத்திருக்கிறார். தேவனுக்கு நன்றி செலுத்தலாமா? கர்த்தருடைய பிள்ளைங்களே, எக்கால சத்தம் கேட்கிறதான தினங்கள் வெகு சீக்கிரமாகி உண்டு. ஹல்லேலூயா. பிரைஸ் தி லார்ட். ஒவ்வொரு நிமிடமும் கர்த்தருடைய பிள்ளைங்களே, அவருடைய வருகைக்காக நாம் ஆயத்தமாக இருக்க வேண்டியது மிக மிக അവശ്യமாக இருக்கிறது. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയരെ, ഞാൻ വചന ധ്യാനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഒരു പാട്ടിൻ്റെ ഒരു 4 ലൈൻ മാത്രം പാടി പ്രാർത്ഥിച്ച് അങ്ങനെ നമുക്ക് കടന്നു പോകാം. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പാടാമല്ലേ? ഹല്ലേലൂയ. ദേവദാസിയും കുഞ്ഞുങ്ങളും വളരെയേറെ നല്ല ശക്തമായിട്ട് നല്ല ഗാനങ്ങൾ ആലപിച്ചിരിക്കുകയാണ്. എങ്കിലും എനിക്ക് സത്യം പറഞ്ഞ ഈ പാട്ടൊന്നും എനിക്ക് പാടാൻ എനിക്ക് അറിയില്ല. എങ്കിലും ഇന്ന് രാവിലെ ഞാൻ എഴുതിയതാണ് ഈ പാട്ട്. എന്ന് വെച്ചാൽ ഞാൻ എഴുതിയതല്ല, എനിക്ക് കിട്ടിയപ്പോൾ ഞാനത് എഴുതി വെച്ചതാണെന്ന് വൈകിട്ട് പാടണമെന്ന് വിചാരിച്ച് 4 ലൈൻ മാത്രം പാടാം. പാടിക്കഴിഞ്ഞ് നമുക്ക് പ്രാർത്ഥിച്ച് അങ്ങനെ വചനധ്യാനത്തിലേക്ക് കിടക്കാം. കർത്താവ് ശക്തമായി നമ്മളെല്ലാവരെയും കരങ്ങളെടുക്കട്ടെ, ഉപയോഗിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ.
അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ എല്ലാം പാടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ നമുക്ക് സമയക്കുറവുണ്ടല്ലോ. ആകയാൽ ഹല്ലേലൂയ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ കർത്താവേ, ഈ വൈകിയ വേളയിൽ അപ്പാ റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിൻ്റെ ഓൺലൈൻ കൺവെൻഷൻ്റെ പ്രാരംഭഘട്ടത്തിൽ കർത്താവേ ഹല്ലേലൂയ അങ്ങയുടെ സന്നിധിയിലേക്ക് അടിയങ്ങൾ കടന്നു വരുന്നു. സ്വർഗം അങ്ങയുടെ സിംഹാസനവും ഭൂമി അങ്ങയുടെ പാദപടിയാൽ വാഴ്ത്തി സ്തുതിക്കുന്ന രാജ. ഹല്ലേലൂയ, സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമാകയാൽ അപ്പ അങ്ങയുടെ പൊന്നു പാദപീഠത്തിലേക്ക് അടിയൻ കടന്നു വരുന്നു. ഹല്ലേലൂയ, അടിയനെ ഒന്നും കർത്താവെ ഒന്നും ചെയ്തെടുക്കുവാൻ കഴിയുകയില്ല. എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യമല്ലാതെ, എൻ്റെ ദൈവത്തിൻ്റെ ദയവല്ലാതെ, എൻ്റെ കർത്താവിൻ്റെ കൃപയല്ലാതെ അടിയനൊന്നും ചെയ്യാൻ കഴിയുകയില്ല. എങ്കിലും ഇത്രത്തോളം ഞങ്ങളെ വഴി നടത്തിയ ഒരു ദൈവമുണ്ടെന്ന് കർത്താവെ ഇന്ന് ഈ സന്ധ്യവേളയിൽ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ, കർത്താവിനെ ഉയർത്തി കാണിക്കുവാൻ എൻ്റെ ദൈവം ഒരുക്കി തന്ന ഈ നല്ല സന്ദർഭത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവെ വചനത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഹല്ലേലൂയ അനേക ഹൃദയങ്ങളെ കർത്താവെ തൊടുമാറാകണമെന്ന് പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ മഹാ കൺവെൻഷൻ കർത്താവെ അനേക ഹൃദയങ്ങൾക്ക് അതൊരാശ്വാസമായി മാറട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചന മുഖാന്തരമായി അനേക രക്ഷയുടെ മാർഗത്തിലേക്ക് കടന്നു വരട്ടെ കർത്താവെ. ഹല്ലേലൂയ. ഇതൊരു പ്രഹസനമായിട്ടല്ല, പിന്നെയോ എൻ്റെ യേശുവിൻ്റെ നാമം ഉയർത്തി കാണിക്കുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ കർത്താവെ, ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെയുണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത ഒരു കർത്താവിനെ ഉയർത്തി കാണിക്കുവാൻ എൻ്റെ കർത്താവ് അടിയൻ ഒരുക്കി തന്ന നല്ല ഈ സന്ദർഭത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവെ വചനം അങ്ങയുടേത്, വചന കേൾവിക്കാരെ കർത്താവ് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ രക്തത്താൽ എല്ലാവരെയും കഴുകി മുദ്രയിടണമേ കർത്താവ്. സകലതും ഞങ്ങൾക്കായി ജീവനെ വെടിഞ്ഞ അരുമ രക്ഷകൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയരെ, ഇന്ന് ഞാൻ നിങ്ങളോട് അല്പനിമിഷം സംസാരിക്കാൻ പോകുന്ന വിഷയം, ഞാൻ നിന്നെ എടുത്ത് മുദ്രം ആക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ നിന്നെ എടുത്ത് മുദ്രം ആക്കും. ഹഗായി പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തെ ഞാനിവിടെ വായിക്കുന്നു. ദൈവമക്കളെ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട് എൻ്റെ ദാസനായി ശെയൽത്തിയേലിൻ്റെ മകനായ സെരുബാബേലേ, ഞാൻ നിന്നെ എടുത്ത് മുദ്രമോതിരമാക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇവിടെ നാം ചിന്തിക്കാൻ പോകുന്ന വിഷയം, ഞാൻ നിന്നെ എടുത്ത് മുദ്രമോതിരമാക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ നിന്നെ എടുത്ത് മുദ്രമോതിരം ആക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഹല്ലേലൂയ. ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് യഹൂദ ദേശാധിപതിയായി സെരുബാബേലിനെ ദൈവത്തിൻ്റെ ഒരു മുദ്രമോതിരമാക്കി രൂപാന്തരപ്പെടുത്തി എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, മുദ്രമോതിരം എന്ന് പറയുമ്പോൾ ഇത് ഒരു അടയാള ചിഹ്നമായി നമുക്ക് എടുക്കാം. ഹല്ലേലൂയ. മുദ്രമോതിരം എന്ന് പറയുമ്പോൾ അധികാരത്തിന്റെ ചിഹ്നമായിട്ട് നമുക്കെടുക്കാം. ഹല്ലേലൂയ. ദൈവമക്കളെ, ഹല്ലേലൂയ. നമുക്ക് വേദപുസ്തകത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങുമ്പോൾ ദാനിയേലിനെതിരെ കൽപ്പന എഴുതിയപ്പോൾ രാജാവിന്റെ മുദ്രമോതിരം കൊണ്ടും മഹത്തുക്കളുടെ മുദ്രമോതിരം കൊണ്ടും ഹല്ലേലൂയ കൽപ്പനയുടെ പുറത്ത് മുദ്ര പതിപ്പിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, അതേപോലെ തന്നെ നമുക്ക് എസ്തേറിന്റെ കാലത്തും ഹല്ലേലൂയ നിയമങ്ങൾക്ക് മുദ്രമോതിരം പതിപ്പിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവം തൻ്റെ ഭക്തന്മാരെ, അല്ലെങ്കിൽ ദൈവം തൻ്റെ ദാസന്മാരെ, ദൈവം തൻ്റെ കുഞ്ഞുങ്ങളെ മുദ്രമോതിരമാക്കി മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് അത് ഉണരുവാൻ കഴിയുന്നു? എത്ര പേർക്ക് ഒരു ആമേൻ പറയുവാൻ കഴിയുന്നു? ദൈവമക്കളെ, നിങ്ങളെയും എന്നെയും ഹല്ലേലൂയ ദൈവമായി കർത്താവ് മുദ്രമോതിരമാക്കി മാറ്റുവാൻ പോകുന്നു. ഒരു ആമേൻ പറയാൻ കഴിയുമോ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ അടയാളമായി
മുദ്രമോതിരം എന്ന് നാം മനസ്സിലാക്കിക്കൊള്ളണമേ. ഹല്ലേലൂയ. സകലത്തിന്മേലും വാഴുവാനും ദൈവം തൻ്റെ മനുഷ്യന് അധികാരം നൽകി. ഹല്ലേലൂയ. ദൈവം തൻ്റെ മനുഷ്യന് അധികാരം നൽകി. ദൈവം മക്കളെ, ജനങ്ങളെ കർത്താവ് ഹല്ലേലൂയ ഭൂമിയിൽ സൃഷ്ടിക്കുകയുണ്ടായി. എന്നാൽ ഈ മനുഷ്യരെന്താണ് ചെയ്തത്? ഹല്ലേലൂയ. മനുഷ്യൻ പാപം ചെയ്ത് അധികാരവും തേജസ്സും അഭിഷേകവും നഷ്ടപ്പെടുത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ദൈവമക്കളെ, എങ്കിലും ഹല്ലേലൂയ നാം രക്ഷയുടെ മാർഗത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഒരുവൻ യേശുവിനെ അറിയുമ്പോൾ, ഹല്ലേലൂയ യേശുവിന്റെ പാദപീഠത്തിലേക്ക് ഒരുവൻ കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ ദൈവമക്കളെ, ഹല്ലേലൂയ പിന്നെയും ഹല്ലേലൂയ ദൈവമായി കർത്താവ് സകല അധികാരം കൊടുക്കുക. ഹല്ലേലൂയ. എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നു? ഹല്ലേലൂയ. എത്ര പേർക്ക് അത് ഉണരുവാൻ കഴിയുന്നു? അതോ നിങ്ങൾക്കാർക്കും മുദ്രമോതിരം വേണ്ടേ? ഹല്ലേലൂയ. ദൈവ മക്കളെ, ഒരുവനെ കർത്താവ് കരങ്ങളിലെടുത്ത് ഉപയോഗിച്ചാൽ ദൈവം അവന് സകല അധികാരവും കൊടുക്കുന്നു. ദൈവം അവന് മുദ്രമോതിരത്തെ കൊടുത്താണ് ഹല്ലേലൂയ അവനെ വഴി നടത്തുന്നത്. ദൈവമക്കളെ, മറന്നു പോകരുത്. ഹല്ലേലൂയ. പലപ്പോഴും നമുക്ക് പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, പ്രയാസങ്ങൾ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ അലതല്ലുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, ദൈവമക്കളെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം. നമുക്ക് നൽകിയിരിക്കുന്ന അധികാരത്തെയും നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന മുദ്രമോതിരത്തെയും നാം നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇതിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് നാം എന്താണ് ചെയ്യുന്നത്? നാം പറഞ്ഞുകൊണ്ട് നടക്കും, ഓ കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കത്തില്ല, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കത്തില്ല, ഞാൻ എത്ര പ്രാർത്ഥിച്ചാലും ദൈവം എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരികയില്ല എന്ന് പറയുന്ന എത്രയോ സഹോദരങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. എത്രയോ പേർ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നു. സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഹല്ലേലൂയ ദൈവം നിങ്ങൾക്ക് അധികാരവും മുദ്രമോതിരത്തെയും ദൈവം തന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ അതിനെ കാത്ത് സംരക്ഷിക്കുന്നുണ്ടോ? നിങ്ങളിൽ നിന്ന് ഈ അധികാരം നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടോ? ദൈവ പൈതലെ, ഇന്ന് ഈ സന്ധ്യവേളയിൽ നിങ്ങളെ തന്നെ ശോധന ചെയ്യണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ മക്കളെ, അധികാരമാകുന്ന മുദ്രമോതിരം നാം കാത്തു സൂക്ഷിക്കേണ്ടത് ഓരോ ദൈവ പൈതലിന്റെ കടമയാണ്. ഹല്ലേലൂയ. എങ്ങനെയാണ് നാം കാത്തു സൂക്ഷിക്കേണ്ടത്? നമ്മുടെ വാക്കില്, ചിന്തയില്, പ്രവൃത്തിയില്, നടപ്പില് നാം ഓരോ വിധത്തിലും കർത്താവിന്റെ സന്നിധിയിലേക്ക് നാം അടുത്തു വരുന്ന ഒരു ദൈവ പൈതലിനോ തനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന അധികാരത്തെയും ഈ മുദ്രമോതിരത്തെയും നീ നഷ്ടപ്പെടുത്താതെ, ഹല്ലേലൂയ ദൈവ പൈതലേ, നിനക്കിതിനെ കാത്ത് സംരക്ഷിക്കാൻ കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം ചിന്തിക്കേണ്ടുന്നത് അധികാരങ്ങളും അവകാശങ്ങളും ദൈവം നൽകി ദൈവത്തിന്റെ മക്കളാക്കി, ദൈവത്തിന്റെ മകളാക്കി അവകാശമുള്ള പൈതങ്ങളാക്കി നമ്മളെ മാറ്റിയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്ല, നമുക്ക് അഡ്രസ്സൊന്നും ഇല്ലെന്ന് ആരും ചിന്തിക്കരുത്. നമുക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം തന്നിട്ടുണ്ട്. അഭിഷേകം തന്നിട്ടുണ്ട്. കർത്താവ് നമുക്ക് കൃപകൾ തന്നിട്ടുണ്ട്. ദൈവം നമുക്ക് വരങ്ങളെ തന്നിട്ടുണ്ട്. ദൈവമക്കളെ, നാം ഇതം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിന്റെ പിന്നാടി പോകുന്നത്. ഹല്ലേലൂയ. ദൈവ പൈതലേ, ഹല്ലേലൂയ നാം ജാതികളെ പോലെ അല്ല. ജാതികളെ പോലെ നിരാശയിലും ദുഃഖത്തിലും ആവാനല്ല കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അധികാരമുള്ള മനുഷ്യനായി തീരുവാൻ തന്നെയാണ്. ഹല്ലേലൂയ. ഗത്തായിട്ട് നാം നടക്കണം ഈ ഭൂമിയിൽ. സാത്താനെ കണ്ട ഭയപ്പെടുന്ന വ്യക്തിയായിട്ടല്ല. ഹല്ലേലൂയ. ദൈവമക്കളെ, സാത്താൻ മേലെ അധികാരം നമുക്കുണ്ട്. അത് നാം ഒരുത്തരും മറന്നു പോകരുത്. ഹല്ലേലൂയ. ദൈവം നമുക്ക് രോഗശാന്തി, സമാധാനം, ഹല്ലേലൂയ എന്നിവ കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. പ്രിയരെ, മനുഷ്യൻ ഇതൊക്കെ മറന്നിട്ട് അനേകർ ഇന്നേക്ക് പന്നികളുടെ ഇടയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മറന്നു പോകരുത്. ഹല്ലേലൂയ. ദൈവ പൈതലേ, നിന്റെ ജീവിതം ഇന്നേക്ക് എവിടെയാ? നീ ഇന്നേക്ക് പന്നികളുടെ ഇടയിലാണോ? ഹല്ലേലൂയ. നമുക്കറിയാം, മുടിയനായ പുത്രനെ കുറിച്ച് നാം പഠിച്ചു കഴിഞ്ഞ പോലെ നമുക്കറിയാം. പ്രിയരെ, തൻ്റെ അപ്പൻ്റെ സകല അവകാശങ്ങളും വാങ്ങിക്കൊണ്ട്, അപ്പൻ്റെ അവന് വരാനുള്ള സകല ഷെയറുകളും അവൻ വാങ്ങിക്കൊണ്ട് അവൻ പരദേശത്തേക്ക് പോയി. എന്നാൽ അവൻ ചെയ്തത് എന്താണ്? തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആസ്തികൾ സകലതും അവൻ നഷ്ടപ്പെടുത്തി. അവസാനം ഹല്ലേലൂയ അവന് ഒരു നേരത്തെ ആഹാരം പോലും ഇല്ലാത്ത അവസ്ഥയിലായപ്പോൾ, ഹല്ലേലൂയ ദൈവ പൈതലേ, ഹല്ലേലൂയ അവൻ എങ്ങോട്ടേക്കാണ് പോയത്? അവൻ പന്നികളെ മേയ്ക്കുവാൻ പന്നിക്കൂട്ടത്തിനിടയിലേക്കാണ് പോകുന്നത് കാണുവാനായിട്ട് കഴിയുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ആകയാൽ ഇന്ന് ഈ സന്ധ്യവേളയിൽ നിങ്ങൾക്ക് ഹല്ലേലൂയ ഒന്ന് ചിന്തിക്കാമോ? നമ്മളെ തന്നെ സ്വയം ഒന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്ത്തിയേൽപ്പിക്കാമോ? ദൈവമേ, എൻ്റെ പോക്ക് എങ്ങോട്ടേക്കാ? ഞാൻ എങ്ങോട്ടേക്കാ പോയിക്കൊണ്ടിരിക്കുന്നത്? പന്നികളുടെ ഇടയിലാണോ ഞാനിപ്പോൾ ആയിരിക്കുന്നതെന്ന് നമുക്ക് സ്വയം ചിന്തിക്കാൻ കഴിയുമോ? ദൈവമക്കളെ, നിലവിളിക്കുവാൻ കഴിയുമോ? കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി ഹല്ലേലൂയ കർത്താവിനോട് നിലവിളിക്കുവാൻ കഴിയുമോ? ദൈവമക്കളെ, ഹല്ലേലൂയ നാം ഓരോരുത്തരും ആരും തന്നെ പിന്മാറ്റത്തിൻ്റെ അവസ്ഥയിലേക്ക് പോകരുതേ എന്ന് ഹല്ലേലൂയ ഇന്ന് ഈ സന്ധ്യവേളയിൽ നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്.
ഹല്ലേലൂയ. നാം ഓരോരുത്തരും പിന്മാറ്റത്തിന് അവസ്ഥയിലേക്ക് പോയാൽ നിശ്ചയമായും പന്നികളുടെ ഇടയിലെയാ അവിടെ തന്നെയാണ് നാം ആയിരിക്കുന്നത് എന്നുള്ളത് മറന്നു പോകരുത് ദൈവമക്കളെ. കർത്താവ് അത് ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ കർത്താവ് സകല അധികാരങ്ങളും സകല അവകാശങ്ങളും ഹല്ലേലൂയ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുക. ഹല്ലേലൂയ. ദൈവ പൈതലേ, നിന്നെയും എന്നെയും കർത്താവ് മുന്നവേ കണ്ടിരിക്കുന്നു. നിന്നെയും എന്നെയും കർത്താവ് വിളിച്ചിരിക്കുന്നത് എന്തിനാ? അവകാശങ്ങളെ തന്നുകൊണ്ട് തന്നെയാ. അത് നാം ഒരു നാളും നഷ്ടപ്പെടുത്തരുതേ എന്ന് ദൈവനാമത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുക. പ്രൈസ് ലോർഡ്. ദൈവമക്കളെ, ഒരു കാര്യം ഓർക്കണം. ഇവിടെ ഈ മുടിയനായ പുത്രൻ താൻ പരദേശത്തായിരുന്നപ്പോൾ ഹല്ലേലൂയ തൻ്റെ ജീവിതം ആകെ അവതാളത്തിലായി, താൻ പന്നിക്കുട്ടങ്ങൾ ഇടയിലായി തീർന്നു. എന്നാൽ തനിക്ക് നഷ്ടപ്പെട്ടത് സന്തോഷം, സമാധാനം, ചൈതന്യം, തൻ്റെ മേലുണ്ടായിരുന്ന അഭിഷേകം, അധികാരം, സർവ്വതും തനിക്ക് നഷ്ടമായി പ്രിയരെ. ഹല്ലേലൂയ. എന്നാൽ അപ്പോൾ ആ സമയം വചനം പറയുന്നു, അവന് സുബോധമുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവന് സുബോധം വന്നു. ദൈവമക്കളെ, ഹല്ലേലൂയ, എത്രയോ പേർക്ക് ഇന്നേക്ക് സുബോധം ഇല്ലാതെ ആയിരിക്കുന്നു. അവൻ എങ്ങോട്ടാ പോകുന്നത്, എവിടെ ആയിരിക്കുന്നത് പോലും തിരിച്ചറിവില്ലാതെ ഇന്നേക്ക് അനേകരും നടന്ന് നീങ്ങിയ തങ്ങളുടെ യാത്ര മുമ്പോട്ട് പോകുക, എങ്ങോട്ടാ പോകുന്ന പോലും അറിയുന്നില്ല. എന്നാൽ ഒരു കാര്യം ഓർക്കണം ദൈവമക്കളെ, ഹല്ലേലൂയ, മുദ്രമോദരം ഇല്ലാതെ ഒരു വ്യക്തി, അഭിഷേകം ഇല്ലാതെ ഒരു വ്യക്തി നിശ്ചയമായും അവൻ പന്നിക്കൂട്ടത്തിന്റെ നടുവിൽ തന്നെയാ എന്നത് മറന്നു പോകരുത്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇവിടെ ഈ മകൻ ഭക്ഷണം പോലും അവന് ലഭിക്കാതെയായി. ഹല്ലേലൂയ. ഭക്ഷണം പോലും ലഭിക്കാതെ ആയപ്പോൾ താൻ എന്താണ് ചെയ്യുന്നത്? അവിടെ തനിക്ക് ആഹാരത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു വഴി ചെയ്തേ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. ദൈവമക്കളെ, അവിടെ ധനികനായ ഒരു മനുഷ്യനെ പോയി കാണുന്നു. താൻ ജോലി ചോദിക്കുന്നു. എന്നാൽ അവിടെ ജോലിയൊന്നുമില്ല. പക്ഷേ പന്നികളെ മേയ്ക്കുന്ന ഒരു ജോലി മാത്രം ബാക്കിയുണ്ട്. അവിടേക്ക് പോകാമോ ചോദിച്ചവൻ എങ്ങനെയെങ്കിലും പന്നിക്ക് ലഭിക്കുന്ന വാളവരെയെങ്കിലും ലഭിച്ചാൽ മതി എന്ന് അവൻ ചിന്തിക്കുക. ദൈവമക്കളെ ഓർക്കണമേ. ഹല്ലേലൂയ. അപ്പോൾ ആ വാളവരെയും അവന് ലഭിക്കാതെ ആയപ്പോൾ പ്രൈസ് ദി ലോർഡ് ദൈവമക്കളെ, അവൻ ചിന്തിക്കുക. അവനിപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അറിയാമോ? ഹല്ലേലൂയ. എൻ്റെ അപ്പൻ്റെ അരികിൽ അനേക കൂലിക്കാരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ അപ്പൻ്റെ അരികിൽ അനേകർ ജോലി ചെയ്യുന്നു. അവർ ഭക്ഷിച്ച് ആ ആഹാരം വേസ്റ്റ് ആകുന്നു. എനിക്ക് ഇന്നേക്ക് ഒരു നേരത്തെ ആഹാരം പോലുമില്ല. ഞാൻ വാളവരെയെങ്കിലും ലഭിക്കുമെന്ന് വിചാരിച്ച് എനിക്ക് അതും കിട്ടുന്നില്ല. ദൈവമേ, ഞാൻ എൻ്റെ അപ്പൻ്റെ അരികിലേക്ക് ഞാൻ മടങ്ങിപ്പോകും. പ്രൈസ് ദി ലോർഡ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, എത്ര പേർക്ക് ഹല്ലേലൂയ ഉണരുവാൻ കഴിയുന്നു? ഹല്ലേലൂയ. അവൻ സുബോധം വന്നിട്ട് അവൻ പറയുക, എൻ്റെ അപ്പൻ്റെ അരികിലേക്ക് ഞാൻ മടങ്ങിപ്പോകും. എൻ്റെ അപ്പനോട് ഞാൻ പറയും, അപ്പാ, ഞാൻ നിന്നോട് സ്വർഗത്തോട് ഞാൻ പാപം ചെയ്തിരിക്കുന്നപ്പ, ഇനി അങ്ങയുടെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ലപ്പാ. അപ്പോൾ അപ്പൻ്റെ കൂലിക്കാരിൽ ഒരുവനായിട്ടെങ്കിലും എന്നെ അപ്പൻ ഏറ്റുകൊള്ളണമേ എന്ന് പറയുവാൻ പ്രിയരെ ആ മകൻ തീരുമാനിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ താൻ അപ്പനെ കാണുവാനായിട്ട് വരുന്ന ഒരു സാഹചര്യം നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, അപ്പൻ്റെ അരികിൽ വന്നിട്ട് ഈ മകൻ അങ്ങനെ തന്നെ പറയുകയാണ്. എന്നാൽ അപ്പൻ എന്താണ് ചെയ്തത് ദൈവമക്കളെ? ഹല്ലേലൂയ. അപ്പൻ അവനെ കണ്ടപ്പോൾ രണ്ട് കൈയും നീട്ടി മകനേ, എൻ്റെ മകനേ എന്ന് വിളിച്ച് അപ്പൻ അവനെ സ്വീകരിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. ജീവിക്കുന്ന ദൈവവൈതലെ, നിന്നെയും എന്നെയും ഹല്ലേലൂയ സ്വീകരിക്കുന്ന ഒരു കർത്താവ് സ്വർഗത്തിലുണ്ട്. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ നാം ഒരുങ്ങണമേ. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം 15:22 വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് എന്താണ് ദൈവമക്കളെ? അപ്പൻ പറയുക, ഓ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു. ഓ നോക്കണമേ, എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, അവൻ തിരികെ എനിക്ക് കിട്ടി, അവനെ എനിക്ക് തിരികെ കിട്ടി. ആകയാൽ ഇന്ന് നാം സന്തോഷിക്കണം, ഇന്ന് നാം കൊണ്ടാടണം. ആകയാൽ ഒരു നല്ല കൊഴുത്ത ഒരു കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അവർ വെട്ടി അവർ ഹല്ലേലൂയ അവിടെ തന്നെ അവർ ഉത്സവമാക്കുകയാണ്. ദൈവമക്കൾ, അത് മാത്രമല്ല, അപ്പൻ പറയുക, എൻ്റെ മകന് ഹല്ലേലൂയ, എൻ്റെ മകന് വളരെ വിലമതിപ്പുള്ള വസ്ത്രങ്ങളെ കൊണ്ടുവന്ന് രാജവസ്ത്രത്തെ അവന് ഇടാൻ പറയുന്നു. അതുപോലെ തന്നെ അവൻ്റെ കയ്യിൽ മോതിരത്തെ കൊടുക്കുവാനായിട്ട് പറയുന്നു, അവന് ചെരുപ്പ് ഇടുവാനായിട്ട് പറയുന്നു. ദൈവമക്കളെ, എല്ലാം വിലമതിപ്പുള്ള പൊരുളാണ്. ഹല്ലേലൂയ. അവൻ എന്താണ് ചിന്തിച്ചിട്ട് വന്നത്? അപ്പൻ്റെ കൂലിക്കാരിൽ ഒരുവനായിട്ടെങ്കിലും എന്നെ ഏറ്റുകൊള്ളണമേ എന്ന് പറയുവാൻ ജീവിക്കുന്ന ദൈവവൈതലേ. എന്നാൽ ഈ അപ്പൻ ചെയ്തത് എന്താണ് ദൈവമക്കളെ? ഹല്ലേലൂയ. അവന് നഷ്ടപ്പെട്ടതെല്ലാം അവന് തിരികെ കൊടുക്കുക. അപ്പൻ്റെ മകനായി അവനെ ഏറ്റുകൊള്ള
കൊള്ളുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പന്റെ മോതിരം, ഹല്ലേലൂയ, അപ്പൻ ഒരു മോതിരത്തെ അവൻ അണിയിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഹല്ലേലൂയ. എന്നാൽ സകലതും ലഭിക്കും എന്ന് ഹല്ലേലൂയ അവൻ ഒന്ന് ചിന്തിച്ചല്ല അവൻ വന്നത്. ദൈവമക്കളെ, ഹല്ലേലൂയ, നമുക്കറിയാം അവന് ലഭിച്ചത് അധികാരവും രാജവസ്ത്രവും മുദ്രമോതിരവും നൽകി ആ മകനെ ഏറ്റുകൊള്ളുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവ പൈതലെ, മടങ്ങി വന്നാൽ സകലതും നിനക്ക് ലഭിക്കും. ഹല്ലേലൂയ. മടങ്ങി വന്നാൽ കർത്താവിന്റെ സന്നിധിയിലേക്ക് നീ തിരികെ വരുമോ? നീ തിരിച്ചു വരുമോ? ഹല്ലേലൂയ. ദൈവ പൈതലെ, നീ ലോകത്തിന്റെ മോഹങ്ങളിലൂടെ കടന്നുപോയാൽ നിശ്ചയമായും നിനക്ക് സകലതും നഷ്ടമാകും. നിനക്ക് ലഭിച്ചിരിക്കുന്ന രാജമോതിരം അല്ലെങ്കിൽ മുദ്രമോതിരം നിനക്ക് നഷ്ടമാകും. നിന്റെ അഭിഷേകം നിനക്ക് നഷ്ടമാകും. ഹല്ലേലൂയ. നിന്റെ വരങ്ങളും കൃപകളും നിനക്ക് ലഭിച്ചിരിക്കുന്ന സകലതും നിനക്ക് നഷ്ടമാകും. പ്രിയരെ, ആകയാൽ കർത്താവിലേക്ക് മടങ്ങി വരുമോ? ആ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുവാൻ നിനക്ക് കഴിയുമോ? കർത്താവിന്റെ സന്നിധിയിലേക്ക് നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ പൈതലെ, ദൈവത്തിന്റെ വചനം നാം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം ദാവീദ് ദൈവത്തിന്റെ അഭിഷിക്ത ദാസൻ. ഹല്ലേലൂയ. ദാവീദ് പാപം ചെയ്തപ്പോൾ ഹല്ലേലൂയ താൻ ഹല്ലേലൂയ അനുതാപത്തോടുകൂടി കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. 51 സങ്കീർത്തനത്തിന്റെ 11 വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു. ദാവീദ് ദൈവത്തോട് പറയാ, ദൈവമേ, നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ എന്ന്. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിൽ നിന്ന് എന്നെ എടുക്കുകയും അരുതേ എന്ന്. ഹല്ലേലൂയ. ജീവിക്കുന്ന ദൈവവൈതലെ, ഒരു അനുതാപത്തോടു കൂടി ഹല്ലേലൂയ ദാവീദ് കർത്താവിന്റെ സന്നിധിയിലായിരുന്നപ്പോൾ കർത്താവ് ദാവീദിന്റെ പാപത്തെ മോചിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. ആകയാൽ ഒരു കാര്യം നാം ചിന്തിച്ചു നോക്കണം പ്രിയരെ. ഹല്ലേലൂയ. ലോകത്തിന്റെ മോഹങ്ങളിലൂടെ കടന്നുപോയാൽ, ലോകത്തിന്റെ വഴികൾ ചിത്തിമ്പങ്ങളിലൂടെ നിങ്ങൾ കടന്നുപോയാൽ, ദൈവ പൈതലേ, നീ ചെന്ന് ചേരുന്നത് പന്നിക്കൂട്ടങ്ങളിടയിലാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സങ്കീർത്തനം 1:1 നാം വായിക്കുമ്പോൾ, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ജീവിക്കുന്ന ദൈവവൈതലേ, ഹല്ലേലൂയ, ദൈവത്താൽ നീ അഭിഷേകം പെറ്റ ഒരു മകനാണോ? ഹല്ലേലൂയ. മുദ്രമോതിരം പ്രാപിച്ച ലഭിച്ച ഒരു മകനാണോ, ഒരു മകളാണോ എങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവഹിതമല്ലാത്ത ഇടത്ത് നിൽക്കുക പോലും അരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്ന് ഈ സമയം വളരെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ പോലും ചില കാര്യങ്ങൾ, ചില നിമിഷങ്ങൾ കൂടെ നിങ്ങൾ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. ദൈവമക്കളെ, ഹല്ലേലൂയ, ചില പദവികളെയും ചില അധികാരങ്ങളെയും കുറിച്ച് ചില മിനിറ്റുകൾ കൂടെ നിങ്ങളോട് ഞാൻ സംസാരിക്കേണ്ടിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, മുദ്രമോതിരം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്നാമതായിട്ട് നമുക്ക് മുദ്രമോതിരത്തെ കുറിച്ച് അല്പം ഒന്ന് ചിന്തിക്കാം. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 41:42 വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു. ദൈവമക്കളെ, ഫറവോൻ തൻ്റെ കയ്യിൽ ഇരുന്ന മുദ്രമോതിരം ജോസഫിന്റെ കയ്യിൽ ഇട്ടു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഫറവോൻ തൻ്റെ കയ്യിൽ ഇരുന്ന മുദ്രമോതിരം ജോസഫിൻ്റെ കയ്യിൽ ഇട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, നമുക്കിൻ്റെ ചരിത്രം വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാം. എങ്കിൽ പോലും 1-2 വാക്കിലൂടെ ഞാനൊന്ന് പറഞ്ഞങ്ങനെ ടച്ച് ചെയ്ത് അങ്ങനെ കടന്നു വരാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജോസഫിൻ്റെ ചരിത്രം സകലർക്കും അറിയാം. ദൈവ മക്കളെ, എന്തായിരുന്നു ജോസഫിൻ്റെ ചരിത്രം? ഹല്ലേലൂയ. ജോസഫ് ബാലനായിരുന്നപ്പോൾ തന്നെ തനിക്ക് ഹല്ലേലൂയ അഭിഷേകം അല്ലെങ്കിൽ തനിക്ക് ദർശനം കാണുവാനുള്ള ഒരു കൃപ ദൈവം കൊടുത്തിരുന്നു. പ്രൈസ് ദി ലോർഡ്. താൻ 2 ദർശനം കാണുന്നു. എന്നാൽ ആ ദർശനം ഹല്ലേലൂയ തൻ്റെ പിതാവായിരിക്കുന്ന യാക്കോബ് തനിക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു. അത് മറ്റ് സഹോദരങ്ങളും കേൾക്കുക. ഹല്ലേലൂയ. എന്നാൽ രണ്ടാമത് കണ്ട സ്വപ്നം ഹല്ലേലൂയ പറയുമ്പോൾ, അതിന്റെ വ്യാഖ്യാനം പറയുമ്പോൾ ഹല്ലേലൂയ ദൈവമക്കളെ, ഹല്ലേലൂയ യാക്കോബ് പറയുന്നു, ഓ, നിന്റെ അപ്പനും അമ്മയും നിന്റെ സഹോദരങ്ങളും കൂടെ നിന്നെ വണങ്ങുമോ എന്ന്. അവിടെ പിടിച്ചു സഹോദരന്മാർ. ഹല്ലേലൂയ ദൈവമക്കളെ, ഓ, ഇവനെ വണങ്ങാനോ നമ്മൾ എന്ന് വിചാരിച്ച് അവിടെ തുടങ്ങി സഹോദരന്മാരുടെ കുഴപ്പങ്ങൾ. അല്ല, നമുക്കറിയാലോ അതിനെക്കുറിച്ച്. ദൈവമക്കളെ, ഹല്ലേലൂയ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ അടുത്ത നിമിഷം തന്നെ നമുക്ക് ചിന്തിക്കാവുന്നൊരു കാര്യം, ഹല്ലേലൂയ ഈ അപ്പൻ ആഹാരമുണ്ടാക്കി അല്ലെങ്കിൽ ശേഖേമിൽ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരന്മാർ അരിയിലേക്ക് മകൻ്റെ ഈ ജോസഫിൻ്റെ കരങ്ങളിൽ ആഹാരം കൊടുത്തുവിട്ട് ഈ മകനെ പറഞ്ഞയക്കുക. ശേഖേമിൽ എത്തിയപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ജോസഫ് എത്തിയെന്ന്. ഹല്ലേലൂയ. നോക്കണമേ ദൈവമക്കളെ, സ്വന്തം സഹോദരന്മാർ അവൻ കൊണ്ടുവന്ന ആഹാരത്തെയും കഴിച്ചിട്ട് അല്ല
എല്ലാം ഭക്ഷിച്ച് പാനം ചെയ്ത് എല്ലാം സകലതും കഴിഞ്ഞ് ഹല്ലേലൂയ ഇവനെ വകവരുത്തണം, ഇവരിനി മുമ്പോട്ട് പോയാൽ ഒക്കത്തില്ല, ഹല്ലേലൂയ ഇവനെല്ലാം വണങ്ങാൻ നമ്മളെ കൊണ്ട് സാധ്യമല്ല, അതുകൊണ്ട് നമുക്കിവനെ നശിപ്പിക്കാൻ, ഇവനെ ഇല്ലാതാക്കണമെന്ന് പറഞ്ഞ് ദൈവമക്കളെ അവനെ എടുത്ത് ഒരു പൊട്ടക്കണത്തിലേക്ക് തള്ളിയിടുന്ന ഒരവസ്ഥ നമുക്ക് കാണുവാൻ കഴിയുന്നു. ജീവിക്കുന്ന ദൈവ ഇതല്ലേ ഹല്ലേലൂയ. അതിലൊരു സഹോദരൻ വരുന്നു, ഹല്ലേലൂയ മക്കളെ നമ്മുടെ സഹോദരനല്ലേ അവനെ നമുക്ക് നശിപ്പിക്കേണ്ട, അവൻ എങ്ങനെയാണ് ജീവിച്ചു പൊക്കോട്ടെ, അവനെ നമുക്ക് ആർക്കെങ്കിലും വിൽക്കാമെന്ന് പറഞ്ഞ് പ്രൈസ് ദി ലോർഡ് ദൈവമക്കളെ എന്താണ് ചെയ്യുന്നത്? ഹല്ലേലൂയ മിദ്യാനിയ കച്ചവടക്കാരുടെ കയ്യിലേക്ക് അവനെ വിൽക്കുകയാണ്. എന്നാൽ അവർ ചെയ്തത് എന്താണ്? പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ മിസ്രൈമിൽ ഹല്ലേലൂയ ദൈവമക്കളെ പോത്തിഫറിന്റെ ഭവനത്തിൽ അവനെ എത്തിക്കുകയാണ്. പോത്തിഫർ അവനെ വാങ്ങുന്നു. ഇവൻ സുന്ദരനും സുമുഖനും ഹല്ലേലൂയ അഴകുള്ളവനുമാണ്, നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ് ദൈവമക്കളെ അവിടെ നിന്ന് എന്താണ് സംഭവിച്ചത്? ഹല്ലേലൂയ തൻ്റെ ഈ സുറുസുറുപ്പും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ പോത്തിഫർ അവനെ ആ ഭവനത്തിന്റെ കാര്യവിചാരകനാക്കുകയാണ്. ഹല്ലേലൂയ ദൈവമക്കളെ അവിടെ നിന്ന് നമുക്ക് മറ്റൊരു കാര്യം ചിന്തിക്കുവാനുള്ളത്, അവന്റെ ഈ പോത്തിഫറിന്റെ ഭാര്യ ഹല്ലേലൂയ അവൾ ജഡപ്രകാരം ചിന്തിക്കുന്നവളാണ്. അവൾ ജഡപ്രകാരം ചിന്തിക്കുന്നവളാണ്. പാപത്തിന്റെ വഴിയിലൂടെ ഈ കൊണ്ടുപോകാനായിട്ട് ഈ ജോസഫിനെ അവൾ വലിച്ചിരക്കുക. എന്നാൽ ജോസഫ് എന്താണ് ചെയ്തത്? ഹല്ലേലൂയ ദൈവ മക്കളെ ജോസഫ് എനിക്ക് പാപം ചെയ്യാൻ കഴിയുകയില്ല, ഞാൻ പാപം ചെയ്യുകയില്ല എന്ന് പറഞ്ഞ തൻ്റെ ഉണ്ടായിരുന്ന വസ്ത്രത്തെ എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് ഹല്ലേലൂയ ജോസഫ് അവിടെ നിന്ന് ഓടിപ്പോകുക. എന്നാൽ ഈ പോത്തിഫർ വീട്ടിൽ വരുമ്പോൾ നടന്നത് എന്താണ്? ഭാര്യ പറഞ്ഞ് വളരെയേറെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി. പോത്തിഫർ അവൾ പറഞ്ഞതെല്ലാം വിശ്വസിച്ചു. അവനെ വീണ്ടും കാരാഗ്രഹത്തിൽ അടയ്ക്കുകയാണ്. ദൈവമക്കളെ നോക്കണമേ, ദൈവമക്കളെ അവിടെയും ദൈവത്തിന്റെ സാന്നിധ്യം ഹല്ലേലൂയ ജോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു. ജോസഫ് ഹല്ലേലൂയ അവിടെയും ചില സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ ജോസഫ് ഇവിടെ ദൈവത്തിന്റെ വലിയൊരു ദയവ് കാരാഗ്രഹ പ്രമാണിയോടുണ്ടാകുന്നു. ജോസഫിനോട് ഹല്ലേലൂയ ദൈവമക്കളെ ഹല്ലേലൂയ ദയവ് കാണിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. അവിടെയും സ്വപ്നം വ്യാഖ്യാനിക്കുന്നു. എന്നാൽ മിസ്രൈമിലെ ഫറവോൻ ഒരു സ്വപ്നം കണ്ടപ്പോൾ ഈ സ്വപ്നത്തെ വ്യാഖ്യാനിക്കുവാൻ നോക്കണമേ ദൈവമക്കളെ ഹല്ലേലൂയ ജോസഫിനെ ഫറവോന്റെ രാജകൊട്ടാരത്തിൽ എത്തിക്കുകയാണ്. ഹല്ലേലൂയ ദൈവമക്കളെ ഹല്ലേലൂയ അവിടെ ഫറവോൻ കണ്ടതായ സ്വപ്നത്തിന് വ്യാഖ്യാനം കൊടുക്കുമ്പോൾ എന്താണ് സംഭവിച്ചത്? ദൈവമക്കളെ ഓർത്തുകൊള്ളണമേ, ഈ ജോസഫിനെ ഹല്ലേലൂയ ഫറവോന്റെ പ്രധാന മന്ത്രിയാക്കുകയാണ്. ഹല്ലേലൂയ ജീവിക്കുന്ന ദൈവത്തിലെ ഇവൻ പൊട്ടക്കിടത്തി കിടന്ന് ചാകുവാനുള്ള മനുഷ്യനല്ല. ഹല്ലേലൂയ സഹോദരങ്ങളാൽ നശിച്ചു പോകാനുള്ള മനുഷ്യനല്ല. ദൈവത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു? ഹല്ലേലൂയ ഇവിടെ ഈ ജോസഫിനെ മിസ്രൈമിന്റെ പ്രധാനമന്ത്രിയാക്കുന്ന ഒരു കാര്യം നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. ദൈവമക്കളെ ഹല്ലേലൂയ ഞാൻ തിരിച്ചു വരട്ടെ. ഹല്ലേലൂയ ഇവിടെ അവിടെയാണ് ഈ ഫറവോൻ ഈ യോസഫിന് മോതിരം ഇട്ട് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ ദൈവമക്കളെ മുടിയനായ അതുപോലെ നമ്മൾ ഈ പറഞ്ഞ ഭാഗത്തേക്ക് നാം തിരിച്ചു പിന്നെ കടന്നു വരിക. ഹല്ലേലൂയ മുടിയൻ പുത്രനെ കുറിച്ച് നമ്മൾ അറിഞ്ഞുവല്ലോ ദൈവമക്കളെ. വിശേഷ വസ്ത്രവും ഹല്ലേലൂയ മോതിരവും ധരിപ്പിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. ഇവിടെ ജോസഫിന് മോതിരം ഇടുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ ദൈവമക്കളെ അടുത്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്ന മറ്റൊരു ഭാഗമുണ്ട്. ഹല്ലേലൂയ ഈ അധികാരങ്ങളെയും അതുപോലെ തന്നെ മോതിരം ലഭിച്ച വ്യക്തികൾക്ക് ദൈവം വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. രണ്ടാമതായിട്ട് രഹസ്യങ്ങളെ ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കും. ഗ്ലോറി ഹല്ലേലൂയ. രഹസ്യങ്ങളെ വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ ദൈവമക്കളെ സങ്കീർത്തനം 24:14 വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, യഹോവയുടെ സഖിത്വം തൻ്റെ ഭക്തർക്ക് ഉണ്ടാകും. ഹല്ലേലൂയ അവൻ തൻ്റെ നിയമം അവരെ അറിയിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ദൈവമക്കളെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന പ്രിയ മക്കൾക്ക് ദൈവം സകലതും വെളിപ്പെടുത്തി കൊടുക്കും. നമുക്കറിയാം ഹല്ലേലൂയ പത്മോസിന്റെ ഏകാന്തതയിലായിരുന്ന യോഹന്നാനെ ദൈവം ഹല്ലേലൂയ അവിടെ വെച്ച് പത്മോസിൽ വെച്ച് ഹല്ലേലൂയ ദൈവമക്കളെ എന്താണ് കർത്താവ് ചെയ്തത്? ഹല്ലേലൂയ താൻ ആത്മവിവശതയിലായി. എന്നാൽ രാജ്യത്തിന്റെ മാർമിക സത്യങ്ങളെ കർത്താവ് ഒരു കൺവഹിക്കുന്ന രാജ്യത്തിന്റെ അവസ്ഥകളെ കുറിച്ച് ദൈവം യോഹന്നാനെ വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ ഒരു കാര്യം നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിക്കൊള്ളണം. ഹല്ലേലൂയ കർത്താവിന്റെ മോതിരവും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ അഭിഷേകം പെറ്റവർക്ക് ദൈവം സകല രഹസ്യങ്ങളെ കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കും. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ആകയാൽ ദൈവമക്കളെ നമുക്ക് ഉൽപ്പത്തി പുസ്തകം 18 വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് ഞാൻ വായിക്കാനുള്ള സമയമില്ല, എങ്കിൽ ഒരു കാര്യം പറയട്ടെ. അബ്രഹാമിനെ ലോത്തിനെ കുറിച്ച് നമ്മളവിടെ കാണുന്നു. ദൈവമക്കളെ ഒരു കാര്യമുണ്ട്, അബ്രഹാം ഹല്ലേലൂയ വിശ്വാസത്താൽ
യാത്ര പുറപ്പെട്ടു. എന്നാൽ ലോത്തോ താൻ കാഴ്ചയാലുള്ള യാത്രയായിരുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ ലോത്ത് താൻ തെരഞ്ഞെടുക്കപ്പെട്ട ദേശം സോദോം ഗൊമോറ. ഹല്ലേലൂയ. എന്നാൽ അബ്രഹാമോ മെമ്രയുടെ തോപ്പിലേക്ക് പോകുന്നു. അങ്ങനെ രണ്ട് രീതിയിലേക്കാണ് പോക്ക്. എന്നാൽ ദൈവമക്കളെ, ഈ സോദോം ഗൊമോറ പാപത്തിന്റെ അന്ധകാരത്തിലേക്ക് നീങ്ങിയപ്പോൾ ദൈവത്തിന് സഹിക്കാൻ വയ്യാതെയായി. ദേശത്തെ ദൈവം നശിപ്പിക്കുവാൻ പോകുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, എന്നാൽ അബ്രഹാമിനോട് ദൈവം സംസാരിക്കുന്നു. ഗ്ലോറി. ഹല്ലേലൂയ. അബ്രഹാമിനോട് ദൈവം സംസാരിക്കുന്നു. എന്നാൽ ദൈവമക്കളെ, ഒരു കാര്യം ഓർക്കണം. അബ്രഹാം ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന അബ്രഹാമിനോട് ദൈവം വെളിപ്പെടുത്തുക, ഈ കാര്യാദികളെ കുറിച്ച് പറയുക. അങ്ങനെ അബ്രഹാമിന്റെ പ്രാർത്ഥന മുഖാന്തരമായി തന്റെ സഹോദരപുത്രനായിരിക്കുന്ന ലോത്തിനെയും കുടുംബത്തെയും കൂടെ കർത്താവ് യഹോവയായ ദൈവം അവരെ വിടുവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ ജീവിക്കുന്ന ദൈവത്തിലെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, പട്ടണത്തെ നശിപ്പിക്കുവാൻ ദൈവം തീരുമാനിച്ചുവെങ്കിലും ഹല്ലേലൂയ, ഒരു കാര്യം ഓർക്കണം. ദൈവം ലോത്തിനെ അവിടുന്ന് വിടുവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ കർത്താവിൽ പ്രിയരെ, ഹല്ലേലൂയ, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട തൻ്റെ മക്കൾക്ക്, മുദ്രമോദ്രമുള്ള തൻ്റെ മക്കൾക്ക്, അഭിഷേകം പെറ്റവർക്ക് ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണ് അത് ദൈവം വെളിപ്പെടുത്തി കൊടുക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, തമിഴ്നാട്ടിൽ ഇപ്പോഴൊരു കാറ്റ് പുതുതായിട്ട് വന്നല്ലോ പ്രിയരെ, നിവാർ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ദേശം അല്ല, ലോകം ഇന്ന് കൊറോണയുടെ കൺട്രോളിലാണ്. ദൈവമക്കളെ, ഓരോ നിമിഷവും ഹല്ലേലൂയ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണമേ. ലോകം ഇന്നേക്ക് ഹല്ലേലൂയ കൊറോണ കൺട്രോളില്ല. ഇന്നേക്ക് എന്ത് സംഭവിക്കും, നാളെ എന്ത് സംഭവിക്കും, റിസൾട്ട് എന്താണെന്ന് ഹല്ലേലൂയ. ഇന്നേക്ക് മനുഷ്യന് മരണ ഭയം, ഭീതി, ആശങ്കകൾ വന്നുകൊണ്ടിരിക്കുന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ആകയാൽ ദൈവമായ കർത്താവ് ഹല്ലേലൂയ സകല രഹസ്യങ്ങളെ കർത്താവ് വെളിപ്പെടുത്തുന്ന ദൈവമാ. ഈ വരുന്ന കാര്യങ്ങളൊക്കെ കർത്താവിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു ദൈവ പൈതലെ നിങ്ങളെ കർത്താവ് വെളിപ്പെടുത്തുവാൻ സർവശക്തനാണ്. ഹല്ലേലൂയ. അടുത്തായിട്ട് മറ്റൊരു പോയിന്റ് കൂടെ ഞാൻ വളരെ പെട്ടെന്ന് തന്നെ കടന്നു പോകട്ടെ. ഹല്ലേലൂയ. ദൈവമക്കളെ അഗ്നിജ്വാലകളാക്കി മാറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇവിടെ അഗ്നിജ്വാലകളാക്കി മാറ്റും. ഹല്ലേലൂയ എന്നാണ് പറയുന്നത്. നമുക്കറിയാം, സങ്കീർത്തനം 104 വാക്യം വായിക്കുമ്പോൾ അവൻ കാറ്റുകളെ തൻ്റെ ദൂതന്മാർക്കും അഗ്നിജ്വാല തൻ്റെ ശ്രേഷ്ഠന്മാരും ആക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവം തൻ്റെ മക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ പൈതലെ, നീ ഒരു തീയായി ജ്വലിക്കാൻ നിനക്ക് കഴിയുമോ? ഹല്ലേലൂയ. നിന്റെ ആദ്യകാല ഘട്ടങ്ങളിൽ നിനക്കുണ്ടായിരുന്ന ആദ്യ സ്നേഹം നിന്നിൽ ഉണ്ടോ? ഹല്ലേലൂയ. അപ്പോൾ നിനക്കുണ്ടായിരുന്ന ദൈവകൃപ നിന്നിൽ ഇപ്പോൾ കാണുവാൻ കഴിയുന്നുണ്ടോ? നിനക്കൊരു അഗ്നിജ്വാലയായി, നിനക്കൊരു തീയായി ദൈവത്തിന്റെ മുൻപിൽ ജ്വലിക്കാൻ കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലെ, അങ്ങനെ നിനക്ക് കഴിയുന്നില്ല എങ്കിൽ നിശ്ചയമായി കർത്താവിന്റെ സന്നിധിയിലേക്ക് നീ അടുത്തു വരേണം. ഹല്ലേലൂയ. ഈ നാളുകളായി കർത്താവിന്റെ സന്നിധിയിൽ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ നിനക്ക് കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. നിന്നെ കൊണ്ട് വൻ കാര്യങ്ങളെ ചെയ്യുവാൻ സർവശക്തൻ മതിയായവനാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മെക്കുറിച്ച് ഒരു ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ദൈവം നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനും വാക്കുമാറാത്ത ദൈവമാ. നമ്മെ വഴിയിൽ വിട്ടച്ചു പോകുന്ന ഒരു ദൈവം അല്ല നമ്മുടെ ദൈവം എന്നത് മറന്നു പോകരുതേ ദൈവമക്കളെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അത് മാത്രമല്ല, ഹല്ലേലൂയ, ദൈവത്തിനായി ഒരു തീജ്വാലയായി നമുക്ക് ആളിക്കത്തുന്ന ഒരു ദൈവ പൈതലായി നാം മാറണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ പൈതലെ, അങ്ങനെ നാം മാറണം. ഹല്ലേലൂയ. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തി 2:17 വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് കാണുവാൻ കഴിയുന്നത്. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. ഹല്ലേലൂയ. ജീവിക്കുന്ന ദൈവവൈതലേ, നിന്നിൽ ഹല്ലേലൂയ ദൈവം തന്നിരിക്കുന്ന മുദ്രമോതിരത്തെ നീ നഷ്ടപ്പെടുത്താതെ ഹല്ലേലൂയ ദൈവവൈതലേ നീ അതിനെ കാത്തു സൂക്ഷിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ പകരുവാൻ കർത്താവ് ഇന്ന് ഒരുക്കമുള്ള ദൈവമാണ്. കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ആകയാൽ ആരും തന്നെ മുദ്രമോതിരം നഷ്ടപ്പെടുത്തരുതേ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. അടുത്തതായിട്ട് മറ്റൊരു പോയിന്റ് കൂടെ ഞാൻ പറയട്ടെ ദൈവമക്കളെ. ഹല്ലേലൂയ. മുഖാമുഖമായി ദൈവം നിന്നോട് സംസാരിക്കും. ദൈവം നിന്നോട് സംസാരിക്കും. ഹല്ലേലൂയ. ദൈവമക്കളെ, ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണുവാൻ
കാണുവാൻ കഴിയുന്ന യെശയ്യാപ്രവചനം 54:17 വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്ന ദൈവം മുഖാമുഖമായി ദൈവം സന്ദർശിക്കുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. ദൈവം തൻ്റെ മക്കളോട് വ്യക്തിപരമായി സംസാരിക്കും. ദൈവമക്കളെ, ദൈവം തൻ്റെ മക്കളോട് വ്യക്തിപരമായി സംസാരിക്കും. രഹസ്യത്തെ കർത്താവ് വെളിപ്പെടുത്തും. അവൻ്റെ സഖിത്വം, ഹല്ലേലൂയ, ദൈവമക്കളെ ഇഷ്ടപ്പെടുന്ന കർത്താവിനോട് ചേർന്നിരുന്നാൽ തൻ്റെ മുഖം കണ്ട് നമുക്ക് തൃപ്തരാകാം. ഹല്ലേലൂയ. ദൈവമക്കളെ, ഹല്ലേലൂയ, കർത്താവിൻ്റെ സന്നിധിയിൽ ആ കർത്താവിനെ, നമ്മെ സ്നേഹിക്കുന്ന ആ പിതാവിനെ നാം മുറുകെ പിടിച്ചു കൊള്ളണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, എത്ര പ്രതികൂലങ്ങൾ വരട്ടെ, എത്ര കഷ്ടങ്ങൾ വരട്ടെ, എത്ര പ്രയാസങ്ങൾ വരട്ടെ, നിന്ദകൾ വരട്ടെ, അപമാനങ്ങൾ വരട്ടെ, ഒരു പക്ഷേ നാം ജോലി ചെയ്യുന്ന ഇടത്തിൽ കൂടെ ശത്രുത നമുക്ക് മുൻപിൽ ഉണ്ടാകാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ജീവിക്കുന്ന ദൈവവൈതലേ, നിന്റെ കൈവശം കർത്താവ് നിനക്ക് തന്ന അധികാരവും കർത്താവ് നിനക്ക് തന്ന മുദ്രമോതിരത്തെ നീ ഭദ്രമായി വെച്ചിട്ടുണ്ടോ? നീ എന്തിനു ഭയപ്പെടണം? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, നീ എന്തിനു ഭയപ്പെടണം? ഹല്ലേലൂയ. ഇവിടെ അങ്ങനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദാനിയേലിനോട് കർത്താവ് പറയുകയാണ്, ദാനിയേലിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ. ദാനിയേൽ 10:19 വായിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഭയപ്പെടേണ്ട ഏറ്റവും പ്രിയ പുരുഷ, ഭയപ്പെടേണ്ട, നിനക്ക് സമാധാനം, ബലപ്പെട്ടിരിക്ക എന്ന് യഹോവയായ ദൈവം ദാനിയേലിനോട് പറയുന്നു. നോക്കണമേ ദൈവമക്കളെ, ഹല്ലേലൂയ. കർത്താവ് മുഖാമുഖമായി സംസാരിക്കുന്ന ചില സന്ദർഭങ്ങളാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഹല്ലേലൂയ. ഇങ്ങനെയാ തൻ്റെ ഭക്തന്മാരെ കർത്താവ് ഓരോ വിഷയങ്ങളിൽ കർത്താവ്, ഹല്ലേലൂയ, സംസാരിക്കുക. അവരോട് സംസാരിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം കല്ലും കുറ്റിയും ഇരുമ്പും മണ്ണും ഒന്നും അല്ല. ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നാം വിളിച്ചാൽ കേൾക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ ആ കർത്താവിലേക്ക് നമുക്ക് അടുത്ത് വരാം. ആ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്ത് വരാം. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, നമുക്കറിയാം, ഹല്ലേലൂയ, നാം ഓരോരുത്തരും ഒരു തീജ്വാലയായി, പ്രൈസ് ദി ലോർഡ്, കർത്താവിൻ്റെ സന്നിധിയിൽ ശോഭിക്കുമ്പോൾ നിശ്ചയമായി കർത്താവ് മുഖാമുഖമായി നമ്മളോട് സംസാരിക്കുവാൻ കർത്താവ് മനസ്സൊഴുക്കമുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഹല്ലേലൂയ, അബ്രഹാമിനോട് ദൈവം സംസാരിച്ചു. ഹല്ലേലൂയ. നമുക്കറിയാം, അബ്രഹാമിനോട് ദൈവം സംസാരിച്ചു. ആകയാൽ നമ്മളെ തന്നെ ഇന്ന് ഈ സന്ധ്യവേളയിൽ ഓരോരുത്തരെയായി കർത്താവിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയുമോ? ഹല്ലേലൂയ. ദൈവത്തിന് പ്രവർത്തിപ്പാൻ, ദൈവത്തിന് നമ്മളോട് സംസാരിക്കുവാൻ, ദൈവത്തിന് നമ്മൾ ഇടപെടുവാൻ, നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കി കൊടുക്കുവാൻ നമുക്ക് കഴിയുമോ? ദൈവ മക്കളെ, ഹല്ലേലൂയ, അങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ നിശ്ചയമായി എന്തിനു പ്രാർത്ഥിക്കണം? പ്രാർത്ഥന കൊണ്ട് എന്ത് ഫലമുണ്ടാകുന്നു? ആകയാൽ ദൈവമക്കളെ, അഭിഷേകം പെറ്റവർ, ഹല്ലേലൂയ, മുദ്രമോതിരം കൈവശമുള്ളവർ, ഹല്ലേലൂയ, ദൈവമക്കളെ, അധികാരമുള്ളവർ നിശ്ചയമായും തല നിമർന്നു തന്നെ നിൽക്കും. ഹല്ലേലൂയ. കർത്താവിൻ്റെ വരവോളും ആ കർത്താവിൻ്റെ കാഹളത്തിൻ്റെ ധ്വനി കേൾക്കുവാനുള്ള സമയം വളരെ സമീപമായിരിക്കുന്നു. ആകയാൽ ദൈവമക്കളെ, ഒരു തീജ്വാലയായി നിനക്ക് ജ്വലിക്കുവാൻ കഴിയുമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ദൈവത്തിന് വേണ്ടി നിനക്ക് നിലകൊള്ളുവാൻ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുമോ? പ്രൈസ് ദി ലോർഡ്. ദാനിയേലിനോട് ദൈവം മുഖാമുഖമായി സംസാരിച്ചു. അബ്രഹാമിനോട് ദൈവം മുഖാമുഖമായി സംസാരിച്ചു. സെരുബ്ബാബേലിനോട് ദൈവം പറഞ്ഞത് എന്താണ്? നിന്നെ ഞാനൊരു മുദ്രമോതിരമാക്കി മാറ്റും. ഗ്ലോറി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ പൈതലേ, ഓ ഹല്ലേലൂയ, സെരുബ്ബാബേലിനോട് ദൈവം എന്താണ് പറഞ്ഞത്? ഹല്ലേലൂയ. നിന്നെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു സെരുബ്ബാബേലേ, നിന്നെ ഞാൻ ഒരു മോതിരമാക്കി മാറ്റുമെന്നാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ആകയാൽ കർത്താവിൻ്റെ ശബ്ദത്തിൻ്റെ മുൻപിൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നിങ്ങളെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കുമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അഭിഷേകത്തിൻ്റെ മുൻപിൽ നിങ്ങളെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കുമോ? നമുക്ക് വേണ്ടി കാൽവരിയുടെ ഉന്നതങ്ങളിൽ കൈകാലുകളെ വിരിച്ചവൻ, പാതാളത്തെയും മരണത്തെയും വെല്ലുവിളിച്ചുകൊണ്ട്, റോമൻ ഗവൺമെന്റിന്റെ മുദ്രയെ തകർത്തെറിഞ്ഞുകൊണ്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് വന്നൊരു കർത്താവ് ജീവിക്കുന്നു. പ്രിയരെ, ഹല്ലേലൂയ. നിന്റെയും എൻ്റെയും പാപങ്ങളെ മോചിക്കുവാൻ, ഓ പ്രൈസ് ദി ലോർഡ്, കർത്താവ് ഒരു സ്ത്രീയിൽ ജാതനായി ഭൂമിയിൽ വന്നില്ലേ? ഹല്ലേലൂയ. ആ കർത്താവ് നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണ്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ആ കർത്താവ് ഇന്ന് ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് രാജാവായി വരാൻ പോകുന്നു. ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചില അഭിഷേകങ്ങളും അധികാരങ്ങളും കർത്താവ് നമുക്ക് തന്നിട്ടാ പോയിരിക്കുന്നത്. മറന്നു പോകരുത്. ഓരോരുത്തരും അത് ഭദ്രമായി സൂക്ഷിക്കുക.
നഷ്ടപ്പെടാതിരിക്കാൻ ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ ഹല്ലേലൂയ ഓളങ്ങളും തിരമാലകളും പോലെ പ്രശ്നങ്ങൾ അലയടിച്ചുയരുമ്പോൾ ഒന്നിനു പുറകെ ഒന്നൊന്നായി കടന്നു വരുമ്പോൾ ദൈവ പൈതലേ, നിന്നെ വിളിച്ച ദൈവത്തെ നീ മറന്നു പോകരുത്. ഹല്ലേലൂയ കർത്താവിൻ്റെ ശബ്ദത്തിനായി കർത്താവ് നമ്മെ വിളിക്കുമോ എന്നുള്ള ആ ഒരു വേദന, ഒരു ഭാരം നമ്മിൽ ഉണ്ടാകണം. കർത്താവിൻ്റെ ശബ്ദത്തിനായി കാത്തിരിക്കണം ദൈവമക്കളെ. ആ കാഹളത്തിൻ്റെ ധ്വനിക്കായി കാത്തിരിക്കണം ഓരോ വ്യക്തി ജീവിതങ്ങളും. ആകയാൽ ഹല്ലേലൂയ ഇന്ന് ഈ സന്ധ്യവേളയിൽ ദൈവമക്കളെ, ദൈവമായി കർത്താവ് നിങ്ങളെ ഒരു മോതിരമാക്കി മാറ്റാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇത് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ എല്ലാവരും ചേർന്നൊരു ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. എത്ര പേർക്ക് മോതിരമായി മാറണം, കർത്താവിൻ്റെ അഭിഷേകമുള്ള മകളായി മാറുവാൻ എത്ര പേർ താല്പര്യപ്പെടുന്നു? നിങ്ങൾക്കൊരു ആമേൻ പറയാൻ കഴിയുമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾക്കൊരു ആമേൻ പറയുവാൻ കഴിയുമോ? കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുമോ? ദൈവമക്കളെ, കർത്താവ് വരാറായി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവമക്കളെ, ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറയട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഈ മഹാ കൺവെൻഷൻ്റെ ആരംഭം മുതൽ അവസാനം വരെയും കർത്താവിൻ്റെ വലിയൊരു സാന്നിധ്യം നമുക്കും നമ്മുടെ കൂടെയുണ്ട് എന്നത് മറന്നു പോകരുത്. ഹല്ലേലൂയ. ദൈവമക്കളെ, എനിക്ക് ഇനി ഒരു വലിയൊരു കർത്തവ്യം നമ്മുടെ മുമ്പിലുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ഈ ഓൺലൈൻ കൺവെൻഷനെ അത് നമുക്ക് ഉദ്ഘാടനമായി നമുക്ക് പ്രഖ്യാപിക്കേണ്ടതായിട്ടുണ്ട്. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്കെല്ലാവർക്കും ചേർന്നിരുന്ന കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒന്ന് താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കാൻ പോവുകയാണ്. ആദ്യോടന്ത പരിപാലിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. എൻ്റെ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുക. ദൈവമക്കളെ, ഒരു 5-10 നിമിഷം മുമ്പോട്ട് പോയാലും ക്ഷമയോടുകൂടി നിങ്ങൾ കാത്തിരിക്കണമേ. നമ്മൾ ഇവിടെ പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞല്ലേ പറ്റുകയുള്ളൂ. കർത്താവിൽ പ്രിയരെ, ഹല്ലേലൂയ, ഒരു ചില നിമിഷങ്ങൾ നമ്മുടെ ഈ റോസ് ഫാമിലിയെക്കുറിച്ച് ഒരു ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവമക്കളെ, ഹല്ലേലൂയ, 4 വർഷം 4 years ബാക്ക് ഞാൻ റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പ്, വാട്സപ്പ് ഗ്രൂപ്പ് ഞാൻ ഓപ്പൺ ചെയ്യുകയുണ്ടായി. ഹല്ലേലൂയ. ദൈവമക്കളെ, അത് വളരെ കർത്താവിനാൽ ആഗ്രഹിച്ച് തീരുമാനിച്ച് പ്രാർത്ഥിച്ച് അനേക അഭിഷിക്ത ദാസന്മാരാൽ പ്രാർത്ഥിച്ച് പ്രതിഷ്ഠിച്ചാണ് റോസ് ഫാമിലിയുടെ വാട്സപ്പ് ഗ്രൂപ്പിനെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഇന്ന് ഈ വരുന്ന 22-ാം തീയതിയോടുകൂടി അത് 4 വർഷം കംപ്ലീറ്റഡ് ആവുകയാണ്. ദൈവമക്കളെ, വളരെ സന്തോഷത്തോടു കൂടി ഞാൻ നിങ്ങളോട് പറയട്ടെ. ഹല്ലേലൂയ. അതിലേതാണ്ട് 240-ക്ക് മേലെ മെമ്പേഴ്സ് ഉണ്ട്. ഹല്ലേലൂയ. ദൈവമക്കളെ, കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് പല സന്ദർഭങ്ങളിൽ എന്നോട് പല സഹോദരങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഈ റോസ് ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഒരു ഫേസ്ബുക്ക് പേജ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്തുകൂടെ എന്ന്. അപ്പോഴൊന്നും എനിക്കതിനെക്കുറിച്ചുള്ള ഒരു ചിന്തയില്ലായിരുന്നു. കാരണം ദൈവ നിയോഗം ഇല്ലാതെ ഇരുന്നു. ഹല്ലേലൂയ. എന്നാൽ പെട്ടെന്ന് കർത്താവ് എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഹല്ലേലൂയ. വെറും 2 മാസമേ ആകുന്നുള്ളൂ നമ്മുടെ ഈ ഫേസ്ബുക്ക് പേജ് ഓപ്പൺ ചെയ്ത ഇന്നലെ, അതായത് ഇന്നയോടെ 2 മാസം കംപ്ലീറ്റ് ആകുന്നതേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, എനിക്ക് എൻ്റെ ഒരു സഹോദരൻ എനിക്ക് മറ്റൊരു ഗ്രൂപ്പിൻ്റെ അഡ്മിനായിട്ടിരിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് നൽകി. അങ്ങനെ ഞാൻ ആ ഗ്രൂപ്പിനെ ഞാൻ അഡ്മിൻ ആകുമ്പോൾ ഞാനിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ച് കർത്താവെ വളരെ സന്തോഷത്തോടു കൂടി ഞാൻ അത് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ഹല്ലേലൂയ. എന്നാൽ ഇതിൻ്റെ പ്രവർത്തന മേഖലകളെക്കുറിച്ചൊന്നും വലിയ ഗ്രാഹ്യം നമുക്ക് അപ്പോഴില്ല. എന്നാൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു അന്ന് രാത്രി കർത്താവിൻ്റെ ഒരു ദർശനം എനിക്ക് ദൈവം നൽകുകയുണ്ടായി. എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടായി, നിനക്ക് 4 വർഷത്തിന് മുമ്പേ 256 മെമ്പേഴ്സ് എൻ്റെ ഗ്രൂപ്പിലുണ്ടായിരുന്നു. ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ അങ്ങനെ എൻ്റെ കർത്താവ് എന്നോട് രാത്രി ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ഈ വാട്സപ്പിൻ്റെ പേരിൽ അതേ നെയിമിൽ തന്നെ ഒരു ഫേസ്ബുക്ക് പേജ് ഓപ്പൺ ചെയ്തുകൂടെ എന്ന. ദൈവമക്കളെ, ഞാൻ ചാടി എഴുന്നേറ്റ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. പ്രഭാതത്തിൽ എൻ്റെ സഹോദരൻ എന്നെ ഏറ്റവും അധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന എൻ്റെ ഒരു സഹോദരനുണ്ട്. ആ സഹോദരനോട് ഞാൻ ഈ വിഷയം പറഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ ഭൗതിക ജോലികളെല്ലാം മാറ്റിവെച്ചിട്ട് എനിക്ക് വളരെ നിമിഷങ്ങൾ കൊണ്ട് തന്നെ ഫേസ്ബുക്ക് ക്രിയേറ്റ് ചെയ്യുവാനുള്ള സകല സപ്പോർട്ടും എനിക്ക് ചെയ്തു. അങ്ങനെ ഞാൻ ഓപ്പൺ ചെയ്തു. ഇന്ന് 2 മാസമേ ആകുന്നുള്ളൂ. ദൈവമക്കളെ, നോക്കണമേ, 524 മേലെ മെമ്പേഴ്സ് ഉണ്ടെന്നാണ് ഇപ്പോൾ എനിക്ക് ചിന്തിക്കുവാൻ കഴിയുന്നത്. ദൈവമക്കളെ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ഗ്രൂപ്പാണ്. ഇതൊരു പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ ശാഖയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും ദൈവമായി കർത്താവ് അപ്പോൾ തന്നെ മറുപടി തന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അത് തുടരുകയാണ്. അനേക പ്രാർത്ഥനാ വിഷയങ്ങൾ ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ഗ്രൂപ്പിലുള്ളവർ ദൈവമക്കളെ ഒരു കാര്യം പറയട്ടെ. ഹല്ലേലൂയ. ഇന്ത്യക്ക് അകത്ത് മാത്രമുള്ള മെമ്പേഴ്സ് മാത്രമല്ല, ഇന്ത്യക്ക് പുറത്തുമുള്ള അനേക ദൈവമക്കൾ കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ജനത്തെ എൻ്റെ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അഡ്മിന്മാരെ നിങ്ങൾ കണ്ടു കാണും. എല്ലാവരും കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട അഡ്മിന്മാർ മാത്രമാണ്. ഏത് നിമിഷവും ഒരു
പ്രാർത്ഥനാ വിഷയമായിട്ട് ആര് വന്നാലും അടുത്ത നിമിഷം തന്നെ പ്രാർത്ഥിക്കുവാൻ വിളിയുള്ളവരും തിരഞ്ഞെടുപ്പുള്ളവരുമായിട്ടുള്ള അനേക അഡ്മിന്മാരെ ദൈവം എനിക്ക് തന്നു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ജനങ്ങളെ എൻ്റെ കർത്താവ് എനിക്ക് തന്നു. ഇതിനേക്കാൾ കൂടുതൽ എനിക്കൊന്നും വേണ്ട. ഒരു 2 നിമിഷം കൂടെ പറഞ്ഞുകൊള്ളട്ടെ ദൈവമക്കളെ. ഞാൻ ഹല്ലേലൂയ ഇത് പറയുമ്പോൾ ഞാൻ എൻ്റെ ഒരു സാക്ഷ്യം അല്പനിമിഷം, ഒരു 2 നിമിഷം കൂടെ ഞാൻ എൻ്റെ ഒരു സാക്ഷ്യം കൂടെ ഞാൻ പറയട്ടെ. അത് നിങ്ങൾക്കത് അനുഗ്രഹമായി മാറുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കർത്താവിൻ പ്രിയരെ, ഹല്ലേലൂയ. എൻ്റെ പിതാവ് ഒരു ദൈവദാസനായിരുന്നു. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ്റെ മകളാണ് ഞാൻ. ഹല്ലേലൂയ. ഞങ്ങൾ 6 മക്കളാണ്. എന്നാൽ 4 ആണും 2 പെണ്ണുമാണ്. പ്രൈസ് ലോർഡ് ദൈവമക്കളെ. ഇന്നേക്ക് ഞങ്ങൾ 6 പേരും ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി കർത്താവിൻ്റെ വേലയുടെ മുഖത്തായിരിക്കുന്നു. സന്തോഷത്തോടുകൂടി ഞാൻ പറയട്ടെ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഇത് പറയുമ്പോൾ എൻ്റെ പിതാവിനെ ഞാൻ ഓർക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ പിതാവ് കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ട് 4 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഞങ്ങളുടെ മാതാവുണ്ട്. എന്നാൽ ഞങ്ങൾ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ ദൈവമക്കളെ ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഹല്ലേലൂയ ഞങ്ങളുടെ പിതാവിനോടൊപ്പമായി ഞങ്ങൾ പരസ്യയോഗങ്ങളും മറ്റും അനേക വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അനേക കവലകളിലും മറ്റുമൊക്കെ പോയി ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയി ഞങ്ങളുടെ പിതാവിനോടും ഞങ്ങളുടെ മാതാവിനോടൊപ്പമായി ഞങ്ങൾ 6 പേരും ഞങ്ങൾ ഹല്ലേലൂയ നോഹൻ കുടുംബം പോലെ ഞങ്ങൾ എല്ലാവരും ചേർന്ന് പരസ്യ ശുശ്രൂഷകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. ദേശത്ത് രോഗശാന്തി വിശ്വാസത്തിലായിരുന്ന ഒരു വലിയ കുടുംബമാണ് ഞങ്ങളുടെ കുടുംബം. പ്രൈസ് ലോർഡ് ദൈവമക്കളെ. എൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ നിങ്ങളോട് പറഞ്ഞാൽ ഇന്ന് സമയം പോരാ. അതുകൊണ്ട് ഇനി ലഭിക്കുന്ന ഒരു സമയം ഞാൻ എൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ നിങ്ങളോട് പറയാം. എങ്കിൽ പോലും ഒരു കാര്യം പറയട്ടെ. ഞങ്ങളുടെ പിതാവ് ഞങ്ങൾക്ക് കാണിച്ചു തന്ന മാതൃക അത് ഞങ്ങളെല്ലാവരും ഇന്നും പിൻപറ്റുന്നു എന്നത് ദൈവമക്കളെ സന്തോഷത്തോടു കൂടി ഞാൻ അറിയിക്കട്ടെ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് ഞങ്ങൾ ഇത്രത്തോളം ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ഞങ്ങളെല്ലാവരെയും ഞങ്ങളെ നിലനിർത്തുന്നു. ഞങ്ങൾക്ക് വന്ന മരുമക്കളും ശരി, ഹല്ലേലൂയ, ഞങ്ങളുടെ കൊച്ചുമക്കളും ശരി, ഞങ്ങളെല്ലാവരും കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്നു എന്നത് സന്തോഷത്തോടു കൂടി ഈ നിമിഷം പറയട്ടെ ദൈവമക്കളെ. എൻ്റെ ഇളയ സഹോദരൻ ഹല്ലേലൂയ അവൻ കുഞ്ഞായിരുന്നപ്പോൾ ഞാൻ പെട്ടെന്നൊരു സാക്ഷി നിങ്ങളോട് പറയാം. കുഞ്ഞായിരുന്നപ്പോൾ ദൈവമക്കളെ അവന് അന്നൊന്നും ഞങ്ങൾ മെഡിസിൻ എടുക്കുന്നവരല്ല. ഹല്ലേലൂയ രോഗശാന്തി വിശ്വാസത്തിലുള്ളവരാണ്. ആകയാൽ ദൈവമക്കളെ അവന് പെട്ടെന്നൊരു ഫീവർ ഉണ്ടായി. അത് 1 മാസമായി 2 മാസമായി 3 മാസം വരെ അവൻ കിടക്കുകയാണ്. അവൻ ഒരേ കിടപ്പിലാണ് ദൈവമക്കളെ. ഹല്ലേലൂയ. എന്ത് ഫീവറാണെന്ന് അറിയില്ല. കാരണം മെഡിസിൻ എടുക്കാത്തത് കാരണം എന്ത് രോഗമാണെന്നൊന്നും ആർക്കും അറിയില്ല. എന്നാൽ ഇവൻ മരിച്ചു പോകുമെന്നുള്ളത് ഉറപ്പാണ്. പ്രൈസ് ലോർഡ് ദൈവമക്കളെ. 3 മാസത്തോളായപ്പോഴേക്കും അവൻ്റെ തൊണ്ടയിൽ അല്പം ഒരു നനവ് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. നോക്കണമേ ദൈവമക്കളെ. ഞങ്ങൾ ജീവിക്കുന്ന പത്തനംതിട്ട ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്ന ആ ഡിസ്ട്രിക്റ്റിൽ നിന്ന് അനേകായിരങ്ങൾ ഞങ്ങളുടെ ഭവനത്തിൽ എക്സിബിഷൻ വരുന്നത് പോലെ വരികയാണ് ഈ പൈതലിൻ്റെ മരണത്തെ കാണുവാനായിട്ട്. നോക്കണമേ ദൈവമക്കളെ. ഹല്ലേലൂയ. എന്നാൽ ഞങ്ങളുടെ വീടൊരു പ്രാർത്ഥനാലയമായി മാറി. അനേകർ കടന്നു വരികയാണ്. ഹല്ലേലൂയ. ഇവനെ നടുവിൽ കിടത്തിയിരിക്കുക. 8-9 വയസ്സ് മാത്രമേ അവന് പ്രായമുള്ളൂ. ദൈവമക്കളെ. ഹല്ലേലൂയ. അവൻ മരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. വെള്ളം പോലും ഇറങ്ങാത്ത അവസ്ഥയിൽ അവൻ കിടക്കുക. എന്നാൽ ഹല്ലേലൂയ ദൈവമക്കളെ ഒരു ദിവസം പഞ്ചായത്തിൽ നിന്നും ഒരു പോലീസും അതുപോലെ തന്നെ ഹല്ലേലൂയ ദൈവമക്കളെ പഞ്ചായത്തിന് അധികാരികളും കൂടെ കടന്നു വന്നു. ഭവനത്തിൽ വന്നിട്ട് വരുമ്പോൾ തന്നെ എൻ്റെ മാതാവ് വെളിയിൽ ഇറങ്ങി വന്നപ്പോൾ എൻ്റെ മമ്മിയെ അവർ വളരെ വിഷമിപ്പിക്കുകയുണ്ടായി വാക്കുകൾ കൊണ്ട്. അവർ പറഞ്ഞു, ഈ കുഞ്ഞ് മരിച്ചു പോയാൽ നിങ്ങളെല്ലാവരും ജയിലിൽ പോകേണ്ടി വരുമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ദൈവമക്കളെ. എൻ്റെ പിതാവ് അപ്പോൾ ഹല്ലേലൂയ കർത്താവിൻ്റെ വചനം സംസാരിച്ചു കൊണ്ടിരിക്കുക. ഈ പൈതലിനെ ഞങ്ങൾ നടുവിൽ കിടത്തിയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കണമേ ദൈവമക്കളെ. അപ്പോൾ എൻ്റെ മമ്മി പറഞ്ഞത് ഇങ്ങനെയാ. ഹല്ലേലൂയ സാറുമാരെ, ഞാൻ പ്രസവിച്ച് വളർത്തിയ എൻ്റെ കുഞ്ഞിനെ ഞങ്ങൾ വിശ്വസിക്കുന്ന ഞങ്ങളുടെ ദൈവം ഹല്ലേലൂയ അവനെ രക്ഷപ്പെടുത്തിയാലും ഇല്ലെങ്കിലും ഞങ്ങൾ ഹല്ലേലൂയ അവനെ ആശുപത്രി കൊണ്ടുപോവുകയില്ല എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങളുടെ ദൈവം മതിയായവനാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ മമ്മി ഭവനത്തിലേക്ക് കടന്നു വന്നു. ഹല്ലേലൂയ. ഒരു അത്ഭുതം പറയട്ടെ ദൈവമക്കളെ. ഹല്ലേലൂയ 90 ദിവസത്തോളം ഹല്ലേലൂയ ഒരു കണ്ണുപോലും തുറക്കാതെ വെള്ളം പോലും വിഴുങ്ങാതെ ഒരു കൊടുക്കുന്ന വെള്ളത്തിൻ്റെ ഒരു നനവ് മാത്രമാണ് അവൻ ആയിരിക്കുന്നത്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ്. എന്നാൽ മമ്മി കടന്നു വരുമ്പോൾ എൻ്റെ പിതാവ് ഹല്ലേലൂയ ദൈവമക്കളെ സംസാരിച്ചു കൊണ്ടിരിക്കുക. എന്താണ് ഹല്ലേലൂയ അപ്പോഴത്തെ വിഷയം? ഹല്ലേലൂയ കർത്താവ് മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവമാണെന്ന് കർത്താവ് ഹല്ലേലൂയ അവിടെ സംസാരിച്ച് കഴിയുമ്പോഴേക്കും ഈ മകൻ ഹല്ലേലൂയ 90 ദിവസത്തോളം ആഹാരം പോലും എടുക്കാതിരുന്ന ഈ പൈതൽ ഹല്ലേലൂയ ദൈവമക്കളെ അവൻ ചാടി എഴുന്നേറ്റിരിക്കുവാനായിട്ടിടയായി തീർന്നു. ഗ്ലോറി ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവൻ എഴുന്നേറ്റിരിക്കുവാനായിട്ടിടയായി തീർന്നു. അവൻ
എഴുന്നേറ്റിരുന്നിട്ട് അവൻ ചോദിച്ചു, എൻ്റെ ഡ്രസ്സ് എവിടെ? എനിക്ക് എന്താ ഡ്രസ്സില്ലാതെന്ന്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, അവന് പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഡ്രസ്സ് ഇടിപ്പിച്ചു. ആരാധന കഴിയുന്നത് വരെയും അവൻ എഴുന്നേറ്റിരിക്കുവാനായിട്ടിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ ജീവിച്ചിരുന്ന ഞങ്ങളുടെ ആ ഡിസ്ട്രിക്റ്റിലുള്ള സകല മനുഷ്യർക്കും വലിയൊരു അത്ഭുതമായിട്ട് തോന്നി. ഹല്ലേലൂയ. ദൈവമക്കളെ, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഇന്ന് ഞാൻ സന്തോഷത്തോടു കൂടി കാര്യങ്ങളെ നിങ്ങളോട് ഞാൻ പറയുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, ദൈവമക്കളെ, പ്രാർത്ഥനയിൽ ശക്തിപ്പെടുക. കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങളായിരിക്കുന്നുവോ, ദൈവം വൻ കാര്യങ്ങളെ ചെയ്യുവാനായിട്ടിടയായിത്തീരും. സെരുബാബേലിന് മുദ്രമോതിരത്തെ കൊടുത്ത് ഹല്ലേലൂയ ഉയർത്തിയ ദൈവം നമ്മയും ഉയർത്തുവാൻ ശക്തനാണ്. പ്രൈസ് ദി ലോർഡ്. ആകയാൽ കർത്താവിൽ പ്രിയരെ, ഈ റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പ് അങ്ങനെ ഞാൻ ഫേസ്ബുക്ക് പേജ് ഓപ്പൺ ചെയ്തു. കർത്താവ് ഇത്രത്തോളം എന്നെ നടത്തി. എൻ്റെ ഈ ഗ്രൂപ്പിലായിരിക്കുന്ന, ഈ ഫേസ്ബുക്ക് പേജിലായിരിക്കുന്ന ദാസന്മാർ, സഹോദരന്മാർ, സഹോദരിമാർ സർവർക്കും ഹല്ലേലൂയ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ പ്രത്യേക നന്ദിയും സ്നേഹത്തെയും ഞാൻ ഈ സമയം അറിയിക്കുക. നിങ്ങളെൻ്റെ കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലും ഇത്രത്തോളം നാളുകൾ എന്നോട് കൂടെ ഇരുന്ന് എനിക്ക് അനേക നിന്ദകളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളൊക്കെ എനിക്ക് എൻ്റെ ആത്മീക ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ പ്രിയരെ. ഹല്ലേലൂയ. അപ്പോഴൊക്കെയും എനിക്ക് ഏറ്റവും അധികം എന്നെ സ്നേഹിക്കുകയും എന്നെ ബഹുമാനിക്കുകയും ചെയ്തിരുന്ന എൻ്റെ കൂടെ ആയിരുന്ന എൻ്റെ സഹോദരങ്ങളെ ഞാൻ ഈ സമയം ഓർക്കുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ വരവോളം നമുക്കെല്ലാവർക്കും ഒന്നിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവമക്കളെ, ഹല്ലേലൂയ, എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത് എൻ്റെ ഉദ്ഘാടന പ്രസംഗമായിരുന്നു. അതിൽ ഞാൻ പ്രസംഗിച്ചു. എന്നാൽ പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് നമ്മുടെ ഈ മഹാ കൺവെൻഷനെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ ഏൽപ്പിക്കാൻ പോവുകയാണ്. ആരംഭം മുതൽ അവസാനം വരെയും കർത്താവ് നമ്മളോട് കൂടെ ഇരിക്കണം. അതിലെ പ്രസംഗകരായിട്ടുള്ള ദാസന്മാരെ എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. ദൈവമക്കളെ, അതുപോലെ തന്നെ ഹല്ലേലൂയ ഗായക സംഘം ഓരോ ദിവസങ്ങളിലും ഉള്ളവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരെല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ യാതൊരുവിധ ബുദ്ധിമുട്ടുകളോ ക്ലേശങ്ങളോ അവർക്ക് അതിന് സമയത്ത് കയറുവാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു സാഹചര്യം പോലും ഉണ്ടാകാതെ വണ്ണം ദൈവം ഹല്ലേലൂയ തൻ്റെ ദൂതന്മാരെ അയച്ച് നമ്മുടെ ഈ കൺവെൻഷനെ കർത്താവ് അനുഗ്രഹിക്കണം. അത് മാത്രമല്ല, ഈ കൺവെൻഷൻ കാരണമായി മുഖാന്തരമായി അനേക രക്ഷയുടെ മാർഗത്തിലേക്ക് കടന്നു വരണം. ദേശത്തൊരു വലിയ ഒരു ഉണർവുണ്ടാക്കട്ടെ. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ മെസ്സേജുകൾ അത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള മെസ്സേജുകൾ ദൈവം ഓരോ ദിവസവും ഹല്ലേലൂയ ദൈവം നമുക്ക് തരേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് കിടക്കാം. ദൈവമക്കളെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ ദൈവമക്കളും നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ നിന്നുകൊണ്ട് കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, ഹല്ലേലൂയ റോസ് ഫാമിലിയുടെ ഓൺലൈൻ കൺവെൻഷൻ്റെ ഹല്ലേലൂയ ആരംഭഘട്ടം പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഇത്രത്തോളം അനുഗ്രഹമായി മാറിയതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ വലിയൊരു സാന്നിധ്യം, കർത്താവിൻ്റെ വലിയൊരു പ്രസൻസ് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുകയാണ്. കർത്താവ് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് ഇന്ന് ഗായക സംഘം ഗാനങ്ങൾ ആലപിച്ച പ്രിയ കർത്തൃദാസി കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നാളെ മുതൽ കർത്താവെ ഹല്ലേലൂയ വചനം സംസാരിക്കാൻ വരുന്ന, അതുപോലെ തന്നെ ഗാന ശുശ്രൂഷകൾ നടത്തുവാനിരിക്കുന്ന ദൈവമക്കളെ ഓരോരുത്തരെയായി കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. തക്ക സമയത്ത് അവർക്ക് കർത്താവെ ഹല്ലേലൂയ അവരുടെ പ്രോഗ്രാമുകൾ ചെയ്യുവാൻ കർത്താവ് കൃപ ചെയ്യണം. അതുപോലെ തന്നെ കർത്താവെ ഞങ്ങളുടെ മഹാ കൺവെൻഷനെ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കർത്താവ് അനുഗ്രഹിച്ച് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബിനെ അനുഗ്രഹിച്ച ദൈവം പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവേ, ഈ അടിയങ്ങളെയും അനുഗ്രഹിച്ച് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയൊരു സാന്നിധ്യം ഉണ്ടാകട്ടെ. ആൽഫയും ഒമേഗയുമായവൻ, ആദ്യനും അന്ത്യനും ഒന്നാമത്തനും ഒടുക്കത്തനുമായ സർവ്വ വല്ലഭനായ കർത്താവിൻ്റെ ഒരു വലിയ സാന്നിധ്യം കർത്താവിൻ്റെ മക്കളോട് കൂടെ പോരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപ കൂടെ ഇരുന്ന് ബലപ്പെടുത്തിക്കാട്ടെ, ശക്തീകരിച്ചാട്ടെ. കർത്താവേ, സകലതും ഞങ്ങൾക്കായി ജീവന വെടിഞ്ഞ അരുമ രക്ഷകന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇതാ നമ്മുടെ ഈ റോസ് ഫാമിലിയുടെ ഓൺലൈൻ കൺവെൻഷനെ ഇപ്പോൾ നമ്മുടെ അതിൻ്റെ ഉദ്ഘാടനം ഔദ്യോഗികമായിട്ട് ഞാനിവിടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ദൈവമക്കളെല്ലാവരും സന്തോഷമായിരിക്കുക, പ്രാർത്ഥനയിൽ ഓർക്കുക. തുടർന്നുള്ള നമ്മുടെ സമയങ്ങളിൽ എല്ലാം ദൈവത്തിൻ്റെ കാരുണ്യം, ദൈവത്തിൻ്റെ വലിയൊരു കൃപയും അഭിഷേകവും നമ്മുടെ മേലുണ്ടാകട്ടെ എന്ന് ഞാൻ എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു. നിങ്ങളും ഈ അടിയന് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവമക്കളെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. തുടർന്നുള്ള സമയങ്ങൾ ഓരോ ദിവസങ്ങളും കർത്താവിൻ്റെ വലിയൊരു കൃപ നമ്മുടെ മേൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഇവിടെ നിർത്തുന്നു. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്.